ഇയാളിത് എങ്ങടെ പോണു? ഇങ്ങോട്ട് വരെ. ആ, ഈ സാറിന്റെ അടുത്താണ് അത് കൊടുക്കണ്ടേ കേട്ടോ. അങ്ങോട്ട് കൊടുത്തൊക്കെ ശരിയൊക്കെ ഞാൻ പറയാം. അതെ, നമുക്ക് വേണ്ടപ്പെട്ട ആളാ സാറേ. എന്താ വെച്ചാൽ അത് വേഗം ഒന്ന് പറഞ്ഞ് ശരിയാക്കി കൊടുക്കും. അങ്ങോട്ട് കൊടുത്താൽ മതി. ഇതുവരെ കൊണ്ടുവന്നതിന് മൂപ്പരെ കാണിച്ചതിനൊക്കെ പഠിച്ചോ സഹായിക്കും കേട്ടോ. പടച്ചോന്റെ സഹായം എപ്പോഴും ഉണ്ട്, അത് പോരല്ലോ. ഇക്കാന്റെ സഹായം കൂടി വേണ്ടേ? നമ്മളെന്താ വണ്ടിയേ? അല്ല, ഞാനിങ്ങനെ ആൾക്കാരൊക്കെ അവിടെ വന്നെന്ന് അവരെ കൂട്ടിക്കൊടുന്ന് സാറായിട്ട് പരിചയപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണേനെ. 10, 100, 150 തരും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതെ. ഈ ഒരു പണി പുറത്ത് കാത്തിക്ക്, ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അതെ അല്ലേ സാറേ? അപ്പൊ വേണ്ട പോലെ ഒന്ന് പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിച്ചാൽ ഞാൻ താഴത്തുണ്ടാവും. ഞാൻ സഹായിക്കാം. അത് കൊടുത്തോളൂ, ഉപകാരപ്പെടും. എന്താ താങ്കളുടെ പ്രോബ്ലം? ഇത് നമ്മുടെ മോന്റെ പേരിൽ ഫൈൻ അടയ്ക്കാൻ വേണ്ടി പെരയിലേക്ക് അയച്ചൊരു പേപ്പറാ. എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ, ഫൈൻ അടയ്ക്കണം. എന്തിന്? കാരണം ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് കാരണം നമുക്ക് പിടിയിട്ടുന്നില്ല. അത് സ്കൂളിൽ പോകുന്ന സമയത്ത് മാവിന്റെ മുകളിൽ കല്ലെറിയാൻ നിന്നാൽ ഇങ്ങനെയുള്ള പേപ്പറുകളൊന്നും നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. താങ്കളുടെ മകൻ സർക്കസിലായിരുന്നോ? അതിന്റെ സാറേ അങ്ങനെ ചോദിച്ചേ? ഓ, അദ്ദേഹം റോഡിന്റെ മുകളിൽ കാർ കൊണ്ട് എന്തൊക്കെ സർക്കസാ കാണിക്കുന്നത്. സീറ്റ് ബെൽറ്റോ ഇടില്ല, ഓവർ സ്പീഡ്, സിഗ്നൽ കണ്ടാൽ നിർത്താൻ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല. ആരാണ്? അല്ല, ഇനിയിപ്പോ ഓൻ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ കുറ്റങ്ങൾ? ഓനൊരു പാവാണ് സാറേ. അത് എല്ലാ മാതാപിതാക്കളുടെയും മക്കൾ അവരവർക്ക് പാവങ്ങളാണ്. പക്ഷെ നിയമത്തിന് അത് ബാധകമല്ല. ഫൈൻ അടയ്ക്കണം. നിങ്ങൾ ഓന്റെ കൈമല അതിന് കാറില്ല. കൈൻ്റെ മുകളിൽ കാർ വേണ്ടല്ലോ. കാർ ആരൊഴിച്ചാലും തെറ്റ് പറ്റിയാൽ ഫൈൻ അടയ്ക്കണം. ഞാൻ ഒന്ന് പറയട്ടെ? താനൊന്നും പറയണ്ട. അകത്ത് AMVI ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് ഫൈൻ അടയ്ക്കുക, പോവുക. ആമയല്ല, AMVI, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ അവിടെ ചെന്ന് ഫൈൻ അടച്ചോളൂ, പോയിക്കോളൂ. നിയമം തിരിക്കുന്നവരെ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. നമ്മളല്ലല്ലോ നിയമം തെറ്റിച്ച്, നമ്മളെ മോനാണല്ലോ. നമ്മളെ കാണുന്നതിന് എന്താ കേക്ക്? ഓ, അപ്പൊ ആദ്യത്തെ നിയമം തെറ്റിച്ച് നിങ്ങളാണ്. അദ്ദേഹത്തിന്റെ വാപ്പയല്ലേ? ഇൻസൾട്ടിങ്, ഫൈൻ കൂടും കേട്ടോ. സാറേ കളിയിലാണ്, കളിയാണ് സാറേ. സാറേ, നമുക്കൊരു കാര്യം പറയാണ്ട് നിങ്ങളോട്. തൻ്റെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഉണ്ടോ? എന്തെടുത്താണ് മൊബൈലിൽ ഗെയിം ഉണ്ടോ? നമുക്ക് ഗെയിമും ഇല്ല, നമ്മുടെ കയ്യിൽ മൊബൈലും ഇല്ലല്ലോ. അതുകൊണ്ടാണ് തനിക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവാത്ത. ഇത് വളരെ ഏകാഗ്രതയോടും ശ്രദ്ധയോടും കളിക്കേണ്ട ഒരു ഗെയിമാണ്. വിജയകരമായ 9 റൗണ്ട് പിന്നിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഞമ്മക്ക് പെരയിലേക്കുള്ള അവസാനത്തെ ബസ് 6 മണിക്ക്, അതിൻ്റെ ഇടയ്ക്ക് തീരും നിങ്ങളെ കളി. ഇടിച്ചു. രാവിലെ മുതൽ കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കി എല്ലാം കളഞ്ഞു. തനിക്ക് ഇതിന്റെ കഷ്ടപ്പാട് അറിയാവോ? ഒരു കത്ത് വന്നതിന്റെ കഷ്ടപ്പാടിലാണ് ഞമ്മള്. ഇതൊന്ന് നോക്കി നിങ്ങള്. കുഴപ്പമുണ്ട്. വണ്ടി ഓടിക്കുമ്പോ പാലിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട് കേട്ടോ മുഹമ്മദ്. മുഹമ്മദ് നമ്മളെ മോനാണ്, നമ്മളെ മോന്റെ ഉപ്പ. എന്നാ മോനോട് പറയണം വണ്ടി ഓടിക്കുമ്പോ റോഡിലെ നിയമങ്ങളൊക്കെ പാലിക്കാൻ. അതിന് ഓന് വണ്ടി ഇല്ല സാറേ. KL7 2632. ഈ കാറിന്റെ RC ഓണർ മുഹമ്മദ് സൺ ഓഫ് മൊയ്തു. അത് നിങ്ങളുടെ മകനല്ലേ? അത് നമ്മളെ മോൻ തന്നെയാ. കഴിഞ്ഞ മാസം എറണാകുളം ജംഗ്ഷനിൽ വെച്ച് ഇയാൾ സിഗ്നൽ തെറ്റിച്ചു. ഓവർ സ്പീഡായിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. സാറേ, 3 കൊല്ലമായിട്ട് നമ്മളെ മോൻ ഗൾഫിലാണ്. ഓ, അപ്പൊ വാപ്പയാണ് ഈ നിയമം എല്ലാം തെറ്റിച്ചിരിക്കുന്നത്. ഞമ്മക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. ഈ പറയുന്ന വണ്ടി 3 കൊല്ലം മുമ്പ് നമ്മൾ വിറ്റതാണ്. അതിന്റെ പേപ്പർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നോക്കി. എടോ, ഇത് വെറും സെയിൽ ലെറ്റർ ആണ്. അതായത് വാഹന വിൽപ്പന ഉടമ്പടി കരാർ. അതിന് വലിയ വാല്യൂ ഒന്നുമില്ല. ഈ കാറിന്റെ ഓണർഷിപ്പ് മാറാത്തിടത്തോളം നിങ്ങളുടെ മകന്റെ പേരിലായിരിക്കും ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം. അപ്പൊ ഇത് ഓര് മാറ്റേണ്ടതല്ലേ? ഓരല്ല, നിങ്ങൾ മാറി കൊടുക്കേണ്ടതാ. ഇനിയിപ്പോ നമ്മളെന്താ കാട്ടുക? നിങ്ങൾ പോയി വാങ്ങിയ ആളെ തപ്പിട്ട് വാ. ഏടെ തപ്പു? ഇവിടെ തപ്പ്. പോയി ആളെ കണ്ടുപിടിച്ചിട്ട് വേണോ?